കോൺഗ്രസിന്റെ ദേശീയ വക്താവ് ശ്രീ PC ചാക്കോയാണ് ഇന്ന് വ്യൂ പോയിന്റ്. സോ വെൽക്കം. താങ്ക് യു. 2G അഴിമതി കേസ് അന്വേഷിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷ പദവിയിലിരിക്കെ പക്ഷപാതപരമായി നിലപാട് സ്വീകരിക്കുകയും അന്യായമായി ഇടപെടുകയും കുറ്റാരോപിതനായ രാജയ്ക്ക് പറയാനുള്ളത് കേൾക്കാതെ പ്രവർത്തിക്കുകയും ചെയ്തു താങ്കൾ എന്ന് സമിതിയിലെ പ്രതിപക്ഷാംഗങ്ങളും DMK പ്രതിനിധികളും ആക്ഷേപിക്കുകയുണ്ടായി. മാത്രമല്ല റിപ്പോർട്ടിൻ്റെ ഉള്ളടക്കം ചോർത്തിയത് താങ്കളാണെന്നുള്ള ആക്ഷേപവും ഉണ്ടായി. പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ക്ലീൻ ചിറ്റ് നൽകാനുള്ള ഒരു തിടുക്കത്തിൻ്റെ ഭാഗമല്ലേ ഇത്തരം വിമർശനങ്ങളെ ക്ഷണിച്ചു വരുത്തിയത്? ഇതെല്ലാം ഈ കമ്മിറ്റിയുടെ അന്വേഷണ വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരു ധാരണയില്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ രാഷ്ട്രീയമായ ഒരു കാഴ്ചപ്പാടിലൂടെ ഈ നിഗമനങ്ങളെ നോക്കിക്കാണുന്നതുകൊണ്ടും വരുന്ന ഒരു വിമർശനം മാത്രമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. റിപ്പോർട്ട് ചോർന്നതിനെക്കുറിച്ച് പറഞ്ഞാൽ 30 കോപ്പി റിപ്പോർട്ട് 30 അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയാണ് ഉണ്ടായത്. ഒരു ടെലിവിഷൻ ചാനൽ ഒരു റിപ്പോർട്ട് ഉയർത്തിക്കാട്ടുകയുണ്ടായി. ആരുടെ കയ്യിലുള്ള റിപ്പോർട്ടാണ് ഉയർത്തിക്കാട്ടിയതെന്നുള്ളത് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എനിക്കറിയാം. അതേതായിരുന്നാലും ഞാനിപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. മറ്റൊന്ന്, മൻമോഹൻ സിംഗിനെ കുറ്റവിമുക്തനാക്കിയോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ മൻമോഹൻ സിംഗ് ഇതിന് കുറ്റക്കാരനാണോ എന്നതായിരുന്നില്ല ഇതിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ കുറ്റവാളികളെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നില്ല ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത്. രാജയുടെ അഭിപ്രായം കമ്മിറ്റി കേൾക്കാതിരിക്കുന്നത് സ്വാഭാവിക നീതിക്ക് നിഷേധീകരണമാണ് എന്ന വിമർശനം കൊണ്ട് ഞാൻ ശ്രീ രാജയെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് നേരിട്ട് ക്ഷണിക്കുകയും 2 പ്രാവശ്യം 2 മണിക്കൂർ അദ്ദേഹവുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്ത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, താങ്കൾക്ക് ഇത് സംബന്ധിച്ച് പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും എഴുതി കമ്മിറ്റി അറിയിക്കണമെന്നാണ്. 100 പേജുള്ള രാജയുടെ നോട്ട് കോപ്പി എടുത്ത് മുഴുവൻ അംഗങ്ങൾക്ക് ഞാൻ വിതരണം ചെയ്തു. അപ്പോൾ രാജ കമ്മിറ്റിയുടെ മുൻപിൽ വന്നില്ല എന്നത് ശരിയാണെങ്കിലും രാജയെ കേട്ടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പ്രധാനമന്ത്രിയുടെ ഇടപെടൽ JPCയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമല്ല, അല്ലെങ്കിൽ വിഷയമായിരുന്നില്ല എന്ന് താങ്കൾ പറഞ്ഞു. രാജ ഉന്നയിച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം താൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രധാനമന്ത്രിയുടെ അനുവാദത്തോടു കൂടിയാണ് എന്നുള്ളതാണ്. രാജ താങ്കൾക്ക് എഴുതി നൽകിയ നോട്ടിൽ പ്രധാനമന്ത്രിയുടെ പേരെടുത്ത് പറയുന്ന ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? പ്രധാനമന്ത്രിയുടെ പേര് വലിച്ചിഴക്കപ്പെട്ട സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതിൽ ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം JPCക്കില്ലേ? ഉണ്ടായിരുന്നു, അത് ഞങ്ങൾ ചെയ്തിട്ടുമുണ്ട്. ഈ കമ്മിറ്റിയുടെ ഭൂരിപക്ഷം എന്ന് പറയുന്നതിനെ മാനിക്കാതെ ഒരാൾക്കും പോകാനാവില്ലല്ലോ. ഒരാൾ ഒറ്റയ്ക്കൊരു അഭിപ്രായം പറഞ്ഞിട്ട് എന്തുകൊണ്ട് ചെയ്തില്ല എന്ന് ചോദിച്ചാൽ ജനാധിപത്യം ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായമാണ്. ഈ കമ്മിറ്റിയുടെ ഭൂരിപക്ഷം മന്ത്രിയെ വിളിക്കാൻ തീരുമാനിച്ചിട്ടില്ല. അത് രാജയെയോ അതല്ലെങ്കിൽ ധനകാര്യമന്ത്രിയെയോ അതല്ലെങ്കിൽ പ്രധാനമന്ത്രിയെയോ വിളിക്കണം എന്ന അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് പലരും. പക്ഷെ അത് ഭൂരിപക്ഷ അഭിപ്രായമായിരുന്നില്ല. ഭൂരിപക്ഷ അഭിപ്രായമേ നമുക്ക് എടുക്കാൻ കഴിയൂ. പിന്നെ പ്രധാനമന്ത്രിയെക്കുറിച്ച് രാജ പറഞ്ഞത് വെരിഫൈ ചെയ്തോ? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ എൻ്റെ എടുത്ത എല്ലാ തീരുമാനങ്ങളും ഞാൻ കത്ത് മുഖാന്തരം പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു എന്ന് രാജയുടെ നോട്ടിൽ പറയുന്നുണ്ട്. രാജ പറഞ്ഞ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും പ്രധാനമന്ത്രി അക്നോളജ് ചെയ്ത ലെറ്ററുകളും പ്രധാനമന്ത്രി അയച്ച മറുപടിയും പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള എല്ലാ ഫയലുകളും 2Gയുമായി ബന്ധപ്പെട്ട ഫയലുകളും കമ്മിറ്റി സമൺ ചെയ്തിരുന്നു. ആയിരക്കണക്കിന് ഫയലുകൾ സമൺ ചെയ്യുകയും അതിൻ്റെ കോപ്പി എടുത്ത് മെമ്പർമാർക്ക് വിതരണം ചെയ്യുകയും ചെയ്ത് പ്രധാനമന്ത്രി ഇക്കാര്യത്തിൽ എത്ര വരെ ഇടപെട്ടു, എങ്ങനെ ഇടപെട്ടു, എന്ത് അഭിപ്രായം പറഞ്ഞു എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയറായി കമ്മിറ്റിയുടെ മുൻപിലുള്ളപ്പോൾ പിന്നെ എന്തിന് പ്രധാനമന്ത്രിയെ വിളിക്കണം? പ്രതിപക്ഷാംഗങ്ങളുടെ വിയോജിപ്പ് അവിടെ നിൽക്കട്ടെ. DMKക്ക് പോലും വിശ്വാസമില്ലാത്ത തരത്തിൽ എന്തുകൊണ്ടാണ് JPC ചെയർമാൻ പ്രവർത്തിച്ചത്? അതാണ് ഈ കമ്മിറ്റിയുടെ നിഷ്പക്ഷത എന്ന് പറയുന്നത്. DMK ഞങ്ങളുടെ സഖ്യകക്ഷിയാണ്. DMKയുടെ മന്ത്രിയായ ശ്രീ രാജയ്ക്കെതിരായ ഒരു പരാമർശനം ഈ റിപ്പോർട്ടിൽ വരാതിരുന്നിരുന്നു എന്ന് വരികിൽ DMK ഞങ്ങളോടൊപ്പം നിൽക്കുമായിരുന്നു. അത് ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് എൻ്റെ കമ്മിറ്റിയുടെയും നിഷ്പക്ഷതയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. ഞങ്ങളുടെ തമിഴ്നാട് സഖ്യമൊന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. നാളെയും ഒരുപക്ഷെ DMK ഞങ്ങളുടെ കൂടെ ഉണ്ടായെന്ന് വരാം, ഉണ്ടായില്ലെന്ന് വരാം. അതൊക്കെ കണ്ടുകൊണ്ട് രാജയെ അങ്ങോട്ട് വൈറ്റ് വാഷ് ചെയ്യാൻ ഈ കമ്മിറ്റി തീരുമാനിച്ചില്ല. എന്തുകൊണ്ട് തീരുമാനിച്ചില്ല? രാജയുടെ ഒപ്പിട്ട എല്ലാ ഫയലുകളും ഞങ്ങൾ പരിശോധിച്ചപ്പോൾ രാജയെ തീർത്തും നിരപരാധിയായി കണ്ടെത്താൻ ഈ കമ്മിറ്റിക്ക് കഴിയില്ല എന്ന കമ്മിറ്റിയുടെ നിഗമനം, ആ നിഗമനത്തോട് യോജിക്കാൻ DMKക്ക് ആവില്ലല്ലോ. പ്രധാനമന്ത്രിയുടെ ഓഫീസ് കൂടി കളങ്കപ്പെടുമെന്നൊരു അവസ്ഥ വന്നപ്പോൾ രാജയെ ഒറ്റപ്പെടുത്തി ഒഴിവാക്കി എന്നതല്ലേ മറ്റൊരു സത്യം? അതല്ല, അത് നമ്മൾ ഒബ്ജക്റ്റീവായിട്ട് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് വളരെ സമുന്നതമായൊരു പദവിയാണ്. പ്രധാനമന്ത്രിക്കെതിരെ എന്ത് ആരോപണവും ആരും ഉന്നയിക്കുന്ന അവസരത്തിൽ അതിൻ്റെ യഥാർത്ഥത്തിലേക്ക് നമ്മളൊന്ന് വിരൽ ചൂണ്ടണം. പ്രധാനമന്ത്രി ശ്രീ രാജയ്ക്ക് കത്തയക്കുന്നു, നിങ്ങൾ നിഷ്പക്ഷമായും സുതാര്യമായും കാര്യങ്ങൾ നിർവഹിക്കണം എന്ന് പറഞ്ഞ്. നിഷ്പക്ഷമായും സ്വകാര്യമായും മുൻ ഗവൺമെൻറ്റുകൾ അനുവർത്തിച്ച നയങ്ങൾ അനുസരിച്ചും മാത്രമേ ഞാൻ കാര്യങ്ങൾ നിർവഹിക്കൂ എന്ന് പ്രധാനമന്ത്രിക്ക് രാജ മറുപടി കൊടുക്കുന്നു. രാജയും പ്രധാനമന്ത്രിയുമായി നടത്തിയ
എല്ലാ കത്തിടപാടുകളുടെയും കോപ്പി എല്ലാ മെമ്പർമാരുടെയും കയ്യിലുണ്ട്. പക്ഷേ പ്രധാനമന്ത്രിക്ക് കൊടുത്ത ആ ഉറപ്പിനെ ലംഘിച്ചുകൊണ്ട് കട്ട് ഓഫ് ഡേറ്റ് മാറ്റുകയും അതുപോലെ തന്നെ ഈ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് എന്ന് പറയുന്ന തുടർന്നിരുന്ന പോളിസിയിൽ മാറ്റം വരുത്തുകയും ചെയ്യാൻ രാജ സ്വന്തം കൈപ്പടയിൽ ഫയലിൽ എഴുതി വെച്ചത് ഞങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ കഴിയുക? പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ ദൗത്യം നിർവഹിച്ചോ? പ്രധാനമന്ത്രി ഒരു കോഷൻ രാജയ്ക്ക് കൊടുത്തിരുന്നു. ആ മുന്നറിയിപ്പ് കൊടുത്തതിന് രാജ കൊടുത്ത മറുപടിയിൽ പ്രധാനമന്ത്രി കൊടുത്ത വാക്ക് രാജ പാലിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങളുടെ മുൻപിൽ വരുമ്പോൾ രാജ്യ കുറ്റക്കാരനായി ഞങ്ങൾ കാണാതിരിക്കാനാവില്ലല്ലോ. കുറേയേറെ കാര്യങ്ങൾ പറയാൻ എനിക്ക് കഴിയും. ഞാനിനി ആ റിപ്പോർട്ട് 29-ാം തീയതിയാണ് സ്പീക്കർക്ക് കൊടുക്കാൻ പോകുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് വരെ അതിൻ്റെ ഉള്ളടക്കം രഹസ്യമായതുകൊണ്ട് ഞാൻ അതിന് വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്വേഷണത്തിൽ ഇപ്പോൾ തെളിഞ്ഞു വരുന്നത് 2G സ്പെക്ട്രം അഴിമതിയിൽ രാജ ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഒരു തരത്തിലും പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇതുമായി ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ജനങ്ങൾ വിലയിരുത്തേണ്ട ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിനെ സംബന്ധിച്ച്. ഈ റിപ്പോർട്ടിൻ്റെ അവസാന വാക്ക് ഇന്നതാണ് എന്ന് ഞാനിപ്പോൾ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് പറയാൻ പാടില്ലല്ലോ. എൻ്റെ ചോദ്യം, പാർലമെന്ററി സമിതിയുടെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞ സ്ഥിതിക്ക് രാജ കുറ്റക്കാരനാണെന്നും പ്രധാനമന്ത്രി ഒരു തരത്തിലും ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നും വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണോ പുറത്തു വരാൻ പോകുന്നത്? അങ്ങനെ ആ ചോദ്യത്തിന് മറുപടി പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു ഉത്തരം ഈ റിപ്പോർട്ടിലുണ്ട്. ഞാൻ സ്പീക്കറുടെ സമയം ചോദിച്ചിട്ടുണ്ട്. റിപ്പോർട്ട് ഇപ്പോൾ പ്രിൻ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 28-ാം തീയതി എൻ്റെ പ്രിൻറ്റിങ് പൂർത്തിയായി കഴിഞ്ഞാൽ 29-ാം തീയതി ഈ റിപ്പോർട്ട് ഞാൻ സ്പീക്കർക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ ഡൽഹിയിൽ ഒരു പത്രസമ്മേളനത്തിലൂടെ ഈ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് വരെ എനിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ രാജയെ കുറ്റവിമുക്തനാക്കിയിരുന്നുവെങ്കിൽ DMK ഒപ്പം നിൽക്കുമായിരുന്നു. വലിയ രാഷ്ട്രീയ വിലയാണ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ നൽകിയതെന്ന് പറയുമ്പോൾ തന്നെ രാജ ഇതിൽ കുറ്റക്കാരനാണെന്നും പ്രധാനമന്ത്രി ഇടപെട്ടു എന്ന കാര്യം അന്വേഷിക്കേണ്ട ബാധ്യത JPCക്ക് ഇല്ല എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രിക്ക് ഇതിൽ ക്ലീൻ ചിറ്റ് നൽകിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമാണ്. പ്രധാനമന്ത്രി ഇടപെട്ടത് അന്വേഷിക്കാനുള്ള ബാധ്യതയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. അത് ഞാൻ തിരുത്തുകയാണ്. പ്രധാനമന്ത്രി അടക്കം ആരെങ്കിലും ഇടപെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത ഈ കമ്മിറ്റിക്കുണ്ട്. ഞങ്ങൾ അന്വേഷിച്ചിട്ടുമുണ്ട്. ആരാണ് പാളിച്ചകൾക്ക് ഉത്തരവാദി എന്ന കാര്യത്തിൽ ഞങ്ങൾ വ്യക്തമായൊരു നിഗമനത്തിലെത്തിയിട്ടുണ്ട്. ആ നിഗമനത്തിലെത്തുന്നത് ഫയലുകളുടെ അടിസ്ഥാനത്തിലാണ്, വസ്തുതകളുടെ അടിസ്ഥാനത്തിലല്ലാതെ ഈ കമ്മിറ്റിയുടെ ഈ റിപ്പോർട്ടിൻ്റെ 400 പേജ് വരുന്ന ഈ റിപ്പോർട്ടിൻ്റെ 100 പേജ് വരുന്ന ഒരു കൺക്ലൂഷൻസ് ഉണ്ട്. ആ കൺക്ലൂഷൻസിൽ ഏതെങ്കിലും ഒന്ന് വസ്തുതാപരമല്ല എന്ന് ഈ കമ്മിറ്റിയിൽ ഏതെങ്കിലും ഒരു അംഗങ്ങൾ പറഞ്ഞാൽ ഞാനതിന് മറുപടി പറയാൻ തയ്യാറാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് വന്ന് നിൽക്കുമ്പോൾ പ്രധാനമന്ത്രിയെ ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ സ്വാഭാവികമായും അതിലൊരു പൊളിറ്റിക്കൽ റീഡിംഗ് സാധ്യമാണ്. ഒരുപാട് കാര്യങ്ങൾ പൊളിറ്റിക്കലായിട്ട് ഇതിനകത്ത് റീഡ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കോൺഗ്രസിൻ്റെ ഒരു രാഷ്ട്രീയ താല്പര്യം അനുസരിച്ചുണ്ടാക്കിയിട്ടുള്ള ഒരു റിപ്പോർട്ടല്ല. പ്രധാനമന്ത്രിയെ കുറ്റപ്പെടുത്താൻ കഴിയുമായിരുന്നോ, പ്രധാനമന്ത്രിയെ ഇതിനകത്ത് തെറ്റുകാരനായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുമായിരുന്നോ എന്ന ചോദ്യം റിപ്പോർട്ട് വായിച്ചതിന് ശേഷം നിഷ്പക്ഷമതികൾ വിലയിരുത്തണം. പ്രധാനമന്ത്രിയുടെ ഇൻവോൾവ്മെൻറ്റ് ഈ കാര്യങ്ങളിൽ നയപരമായ തീരുമാനങ്ങളുടെ പാളിച്ചകളിൽ ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടോ എന്നത് റിപ്പോർട്ട് വായിച്ചാൽ വ്യക്തമാകും. ഡിസെൻഡിങ് നോട്ടോട് കൂടിയാണല്ലോ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. സ്വാഭാവികമായും BJPയിൽ നിന്നും ഇടതുപക്ഷ അംഗങ്ങളിൽ നിന്നെല്ലാമുള്ള വിയോജന കുറിപ്പുകൾ ഉണ്ടാകും. അത് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണോ? പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലടക്കം വിയോജനക്കുറിപ്പിൽ പരാമർശനമുണ്ട്. വിയോജനക്കുറിപ്പ് എന്ന് പറയുന്നത് റിപ്പോർട്ടിൻ്റെ സാധാരണ നടപടിക്രമമാണ്. റിപ്പോർട്ട് അംഗീകരിച്ചത് 16-11 നിലയിലാണ്. 27 അംഗങ്ങൾ ഹാജരായി 30 പേരുള്ള ഒരു കമ്മിറ്റിയിൽ. ആ 27 ഹാജരായ മെമ്പർമാരിൽ 16 പേര് ഈ റിപ്പോർട്ടിനെ അനുകൂലിക്കുകയും 11 പേര് എതിർക്കുകയും ചെയ്തു. 2G അഴിമതി കേസിൽ പ്രധാനമന്ത്രിക്ക് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നാൽ പോലും പെട്ടെന്ന് മാറുന്നതല്ല സർക്കാരിനുണ്ടായിട്ടുള്ള പ്രതിച്ഛായ കളങ്കം. പ്രത്യേകിച്ച് 2ാം UPA സർക്കാർ അത്രയധികം അഴിമതി ആരോപണങ്ങൾ നേരിട്ടിട്ടുണ്ട്. 2G സ്പെക്ട്രം കേസിൽ, കൽക്കരി ഇടപാടിൽ, കോമൺവെൽത്ത് ഗെയിംസിൽ, ഇതെല്ലാം അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്ന ഒരു സർക്കാർ എന്നുള്ള പ്രതിച്ഛായ പുറത്ത് കോൺഗ്രസ് സർക്കാർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ CBI പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫയലുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരുപക്ഷെ വേണ്ടി വന്നാൽ ചോദ്യം ചെയ്യുന്ന നടപടിക്രമങ്ങളിലേക്ക് കൂടി മാറുകയാണ്. ഇതിനെയെല്ലാം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അതിജീവിക്കാൻ പോകുന്നത്? പ്രധാനമന്ത്രി വിദേശത്തുനിന്ന് മടങ്ങി വരുന്ന അവസരത്തിൽ അദ്ദേഹം വിമാനത്തിൽ വെച്ച് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞതുപോലെ ഈ കൽക്കരി വിവാദത്തിലെ എടുത്തുള്ള തീരുമാനങ്ങൾ, അദ്ദേഹം എടുത്ത തീരുമാനത്തെ അദ്ദേഹം ഓൺ ചെയ്യുകയാണ്. എന്തുകൊണ്ട് ആ തീരുമാനമെടുത്തു? ആ തീരുമാനം ശരിയായിരുന്നു അല്ലെന്ന് CBIക്ക് പറയാം. CBIയുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ വരാം, CBIക്ക് ക്വസ്റ്റ്യൻ ചെയ്യാം. CBIയുടെ ചാർജ് ഷീറ്റ് അവസാന വാക്കല്ല, അത് കോടതി തീരുമാനിക്കണം. കോടതിയിൽ അത് കണ്ടസ്റ്റ് ചെയ്യപ്പെടേണ്ടതാണ്, തെളിയിക്കപ്പെടേണ്ടതാണ്. എല്ലാ ചാർജ് ഷീറ്റുകളും കോടതികൾ അംഗീകരിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ അഴിമതിയിൽ കുളിച്ചു നിൽക്കുന്നുവെന്ന് പറയുമ്പോൾ അഴിമതി ആരോപണങ്ങൾ ഒരു വശത്ത്, വസ്തുതകൾ മറ്റൊന്ന്.
അഴിമതി ആരോപണങ്ങളിൽ നിന്ന് വസ്തുതകളെ തരംതിരിക്കുക എന്ന ജോലിയാണ് നമ്മളിവിടെ ചെയ്തത്. എ രാജ ഒരു ആരോപണം ഉന്നയിക്കുന്നു. 2G സ്പെക്ട്രം അനുവദിച്ച സംഭവത്തിൽ പ്രധാനമന്ത്രിയിൽ നിന്ന് കൺസെന്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് രാജ പറയുന്നു. എന്ന് പറയുമ്പോൾ രാജ കുറ്റക്കാരനാണെങ്കിൽ അതിൻ്റെ ഒരു ഷെയർ പ്രധാനമന്ത്രിക്കുള്ളതാണ്. കൽക്കരി ഇടപാടുമായി ബന്ധപ്പെട്ട് കൽക്കരി പാടങ്ങൾ അനുവദിച്ച സംഭവത്തിൽ പരേഖ് പറഞ്ഞിട്ടുള്ളത് പ്രധാനമന്ത്രിയുടെ അനുമതിയോട് കൂടിയാണ് സ്വകാര്യ ഹിൻഡാൽകോയ്ക്ക് കൽക്കരിപ്പാടം അനുവദിച്ച് നൽകിയത്. അതിൻ്റെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ തൻ്റെ വിയോജന കുറിപ്പ് പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നതാണ്. ഇങ്ങനെ പറയുമ്പോൾ ഈ രണ്ടു പേരെയും ഒഴിവാക്കിക്കൊണ്ട് പ്രധാനമന്ത്രി സുരക്ഷിതമായി നിൽക്കുകയാണ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച്, CBI ഉപയോഗിച്ച്, JPC ഉപയോഗിച്ച് എന്നാണ് പുറത്ത് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുക. ആ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നത് നിങ്ങൾ പ്രധാനമന്ത്രിയെ അവിശ്വസിക്കൂ, നിങ്ങൾ പാരിക്കിനെ വിശ്വസിക്കൂ, നിങ്ങൾ രാജയെ വിശ്വസിക്കൂ, നിങ്ങൾ പ്രധാനമന്ത്രിയെ അവിശ്വസിക്കൂ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ അത് നിഷ്പക്ഷമാണെന്ന് ഞാൻ പറയില്ല. ഞങ്ങൾ അന്വേഷിച്ചത് ആര് പറഞ്ഞതാണ് ശരി എന്നതാണ്. പ്രധാനമന്ത്രി രാജയ്ക്കൊരു കത്തയക്കുന്നു, നിങ്ങൾ ഇത് സുതാര്യമായി നടപ്പാക്കണം. രാജ മറുപടി കൊടുക്കുന്നു, സുതാര്യമായി മുൻ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ച പോളിസിയിൽ ഉറച്ചു നിന്നുകൊണ്ട് ഞാൻ നടപ്പാക്കും എന്ന് പറയുന്നു. നടപ്പാക്കിയ അവസരത്തിൽ സുതാര്യമല്ലാതെ വരികയും മുൻ ഗവൺമെൻറ്റുകളുടെ പോളിസിയിൽ നിന്ന് വ്യതിചലിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രധാനമന്ത്രിക്ക് രാജ കൊടുത്ത അഷ്വറൻസ് രാജ വയലേറ്റ് ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെ വന്നാൽ ഈ കമ്മിറ്റിയുടെ കൺക്ലൂഷൻ പ്രധാനമന്ത്രി ഉത്തരവാദിയാണ് എന്നാകാൻ കഴിയുമോ? അതുകൊണ്ട് 1,76,000 കോടി രൂപയുടെ അഴിമതി എന്ന് ഇന്ത്യയുടെ C&AG പറഞ്ഞത് യഥാർത്ഥത്തിൽ 1,76,000 കോടി രൂപയുടെ അഴിമതിയാണോ? ആണെങ്കിൽ ആ 1,76,000 കോടി രൂപ ആര് കൊണ്ടുപോയി? കുറേ കമ്പനികൾ കൊണ്ടുപോയോ? അതല്ല ഇന്ത്യയിലെ 80 കോടി ടെലിഫോൺ ഉപഭോക്താക്കൾക്ക് പ്രയോജനപ്പെട്ടോ? അങ്ങനെ ഒരു വിലയിരുത്തൽ ശരിയായിരുന്നോ? ഈ അഴിമതി ആരോപണത്തിൻ്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ജനാധിപത്യ ഭരണകൂടങ്ങളെ തേജോവധം ചെയ്യുമ്പോൾ സത്യം എവിടെയാണ്, പ്രചരണം എവിടെയാണ്? ഇതൊക്കെ തിരിച്ചറിയാൻ ഇന്ത്യയിലെ ജനങ്ങൾക്ക് കഴിയില്ലേ? ഈ അന്വേഷണത്തിൽ ഞങ്ങൾ കണ്ടെത്തിയ ചില വസ്തുതകൾ അതുതന്നെയാണ്. പ്രചരണം ഒരു വശത്ത് നിൽക്കുന്നു, സത്യം മറുവശത്ത് നിൽക്കുന്നു. അപ്പോൾ സത്യവും പ്രചരണവുമായി വേർതിരിക്കേണ്ടി വരുന്ന അവസരത്തിലാണ് നമുക്ക് ജനങ്ങളിതൊക്കെ വിലയിരുത്തും. രണ്ട് കാര്യങ്ങൾക്കുള്ള സൂചന താങ്കൾ നൽകിക്കഴിഞ്ഞു. ഒന്ന്, എ രാജ പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് അനുസരിച്ച് നീങ്ങണമെന്ന് പ്രധാനമന്ത്രി നൽകിയ നിർദ്ദേശത്തെ എ രാജ ലംഘിച്ചു. അതാണ് ഇതിലുണ്ടായിട്ടുള്ള ഒന്നാമത്തെ വീഴ്ച. രണ്ട്, C&AG പറഞ്ഞിട്ടുള്ള കണക്കുകൾ ശരിയല്ല എന്ന് പറയുമ്പോൾ ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട് എന്ന C&AGയുടെ കണ്ടെത്തലുകളിൽ ചില അപാകതകളുണ്ട്. അങ്ങനെയല്ലേ? C&AG അഴിമതി നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. C&AG ശ്രീ വിനോദ് റോയി കമ്മിറ്റിയുടെ മുൻപിൽ 4 പ്രാവശ്യം ഹാജരായി. അദ്ദേഹം പറഞ്ഞത് ഇത് ലേലം വിളിച്ച് കൊടുത്തിരുന്നു എന്ന് വരികിൽ ഗവൺമെൻറ്റിന് ഇത്രയും വലിയൊരു തുക കിട്ടുമായിരുന്നു എന്നതാണ് അഴിമതി നടന്നു എന്നതിൻ്റെ മറ്റൊരു ഭാഷയല്ല. അത് അങ്ങനെയല്ല. അതായത് എന്തുകൊണ്ട് ടെലികോം സ്പെക്ട്രം വില കുറച്ച് കൊടുത്തു? 2004 വാജ്പേയി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് അന്നത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ 10ാം പഞ്ചവത്സര പദ്ധതിയുടെ നയരേഖയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഗവൺമെൻറ് നയങ്ങളുടെ അടിസ്ഥാനമാണ് പ്ലാനിംഗ് കമ്മീഷൻ്റെ നയരേഖ. അതിൽ പറയുന്നത് സ്പെക്ട്രം എന്ന് പറയുന്നത് കാശുണ്ടാക്കാൻ വേണ്ടി കാശുണ്ടാക്കേണ്ട ഒരു സാധനമല്ല, അത് ടെലി ഡെൻസിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. അതുകൊണ്ട് സ്പെക്ട്രത്തിൻ്റെ വില പൊന്മുട്ട ഇടുന്ന താറാവിനെ കൊല്ലുന്നത് പോലെ സ്പെക്ട്രം ഒരു പ്രാവശ്യം വിറ്റ് കാശുണ്ടാക്കാനുള്ളതല്ല എന്നത് പ്ലാനിംഗ് കമ്മീഷൻ്റെ ശ്രീ ജസ്വന്ത് സിംഗ് ചെയർമാനായിരുന്ന കാലത്തെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ഡോക്യുമെൻറ്റിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. ഞാനത് കോട്ടിന്ന് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നും ഇന്നും ഗവൺമെൻറ് തീരുമാനിക്കുന്നത് റോ മെറ്റീരിയൽസിൻ്റെ വില തീരുമാനിക്കുന്നത് വ്യവസായവൽക്കരണത്തിന്, ടെലി ഡെൻസിറ്റി വർദ്ധിപ്പിക്കുന്നതിന്, ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നതിന് അതിനൊരു മൾട്ടിപ്ലയർ ഇഫക്റ്റ് ഉണ്ട്. അതുകൊണ്ട് വൺ ടൈം മണി മേക്കിംഗ് അല്ല സ്പെക്ട്രത്തിൻ്റെ വിൽപ്പന. ഒരുപക്ഷെ C&AGയുടെ കണക്കൂട്ടൽ മറിച്ചൊന്നായിരിക്കും. JPC ചെയർമാൻ കോൺട്രഡിക്റ്റ് ചെയ്യുന്നു ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങളിൽ. ഒന്ന്, താങ്കൾ പറഞ്ഞു എ രാജ കുറ്റക്കാരനാണ് എന്ന കണ്ടെത്തലുകളിലേക്കാണ് JPC കമ്മിറ്റി പോയിരിക്കുന്നത്. അതേസമയം താങ്കൾ പറയുന്നു ഇതിൽ അഴിമതി നടന്നിട്ടില്ല. ഇവിടെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. അവിടെ കോൺട്രഡിക്ഷൻ ഇല്ല. അതായത് രാജയെ ഞങ്ങൾ കുറ്റക്കാരനായി കണ്ടിരിക്കുന്നത് മറ്റ് ചില പോയിന്റുകളിലാണ്. ആ പോയിന്റ് എന്താണെന്നുള്ളത് റിപ്പോർട്ടിലൂടെ വ്യക്തമാകും. കാരണം രാജയുടെ ഭാഗത്ത് നിന്നിട്ടുള്ള വീഴ്ചകൾ എന്താണെന്നുള്ളത് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള രാജയുടെ സ്വന്തം കൈപ്പടയിൽ ഫയലിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ള ശരിയായ നിഗമനങ്ങളാണ്. അതുകൊണ്ട് ഈ 1,76,000 കോടി രൂപയുടെ അഴിമതി എന്ന് പറയുന്നത് രാജ നടത്തിയെന്നും അതുകൊണ്ട് രാജ കുറ്റക്കാരനാണെന്നും രാജ 1,76,000 കോടിയുടെ അഴിമതി നടത്തിയെന്നൊന്നും C&AGയും പറഞ്ഞിട്ടില്ല. ഈ എന്തുകൊണ്ട് ലേലം ചെയ്ത് കൊടുത്തില്ല, എന്തുകൊണ്ട് 91 വിലയ്ക്ക് കൊടുത്തു എന്ന ഒരു ചോദ്യമാണ്. അതങ്ങനെയാണോ കൊടുക്കേണ്ടിയിരുന്നത്, 91 വിലയ്ക്ക് തന്നെ തുടർന്നും കൊടുക്കണമായിരുന്നു എന്നുള്ളതൊക്കെ ഒരു ഗവൺമെൻറ്റിൻ്റെ പ്രറോഗേറ്റീവാണ്, ഗവൺമെൻറ് തീരുമാനമാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന് നേരെ ഉയർന്നു വരുന്നത് അഴിമതി ആരോപണങ്ങൾ മാത്രമാണെന്ന് താങ്കൾ പറഞ്ഞു.
കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവരുന്നു രാഹുൽ ഗാന്ധിയെ. ഈ തെരഞ്ഞെടുപ്പിൽ ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ഭരണ നേട്ടത്തെ ആണോ കോൺഗ്രസ് പ്രൊജക്റ്റ് ചെയ്യാൻ പോകുന്നത്, അത് രാഹുൽ ഗാന്ധി എന്ന നേതാവിനെയോ യുവ നേതാവിനെയോ? ഭരണ നേട്ടത്തെ തന്നെയാണ്. രാഹുൽ ഗാന്ധി എന്ന നേതാവിനെ തീർച്ചയായും ഞങ്ങൾ ഉയർത്തിക്കാട്ടും. കാരണം ഇന്ത്യയിലെ വോട്ടർമാരിൽ 65% 30 വയസ്സിൽ താഴെയുള്ളവരാ. ഇന്ത്യ ഈസ് എൻ യങ് നേഷൻ. ഇന്ത്യയിലെ ഒരു ചെറുപ്പക്കാരനായ നേതാവ് വരണം. അത് രാജ്യത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. പ്രായം എന്നൊരു ഫാക്ടർ ഒഴികെ മറ്റെന്തെങ്കിലും ഒരു നേതൃത്വ ഗുണം രാഹുൽ ഗാന്ധി തീർച്ചയായിട്ടും ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധി പ്രകടിപ്പിച്ചിട്ടുണ്ടോ? കാരണം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ശരിയല്ല. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ തോറ്റുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് പോപ്പുലാരിറ്റി ഇല്ല എന്ന് വരുത്തേണ്ടത് ചിലരുടെ ആവശ്യമാണ്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കർണാടകത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പോപ്പുലാരിറ്റിയും ലീഡർഷിപ്പ് ക്വാളിറ്റിയെയും എങ്ങനെയാണ് ശ്രീ പി സി ചാക്കോ താങ്കൾ ബന്ധിപ്പിക്കുന്നത്? പോപ്പുലാരിറ്റി താങ്കൾ പറഞ്ഞൊരു യുവ നേതാവായി വരണം. യുവാവ് എന്ന് പറയുന്നത് പ്രായവുമായി ബന്ധപ്പെട്ടാണ്, നേതാവ് എന്ന് പറയുന്നത് നേതൃഗുണവുമായി ബന്ധപ്പെട്ടതാണ്. ഇതെങ്ങനെയാണ് രാഹുൽ ഗാന്ധിയിൽ മിക്സ് ആയി വരുന്നത്? അതെ, അതാണ്. അത് ഇന്ത്യ ഇനി കാണാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ്. രാഹുൽ ഗാന്ധിയെ ഞങ്ങൾ കുറച്ചുകൂടെ അടുത്തു നിന്ന് കാണുന്നവരായതുകൊണ്ട് കുറച്ചുകൂടെ ആത്മവിശ്വാസത്തോടുകൂടി ഞങ്ങൾക്ക് പറയാൻ കഴിയും. ഒരു ബീറ്റൻ ട്രാക്കിൽ നിന്ന് മാറി, ഇന്നലെ വരെ സഞ്ചരിച്ച പാതയിൽ നിന്ന് മാറി, ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ രോഗങ്ങളെ കുറച്ചുകൂടെ കൂലങ്കഷമായി നിർണ്ണയിക്കാനും അതിന് പരിഹാരം നിർദ്ദേശിക്കുമ്പോൾ അദ്ദേഹം അതിൻ്റെ വരും വരായകൾ ശ്രദ്ധിക്കാറില്ല. രാഹുൽ ഗാന്ധി നേതൃത്വപരമായ പങ്ക് വഹിച്ചോ എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. ഈ അടുത്ത കാലത്ത് രാജീവ് ഗാന്ധി ഒരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു വന്നപ്പോൾ അത് പ്രധാനമന്ത്രിയെ ചോദ്യം ചെയ്തു, അത് അവിവേകമായിപ്പോയി, അത് എടുത്തുചാട്ടമായിപ്പോയി എന്നൊക്കെ പലരും വിമർശിക്കുകയുണ്ടായി. പക്ഷേ രാഹുൽ ഗാന്ധി എടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് പിൽക്കാലത്ത് എല്ലാവരും സമ്മതിച്ചു. ഗവൺമെൻറ് ആ തീരുമാനം മാറ്റുകയും ചെയ്തു. പറഞ്ഞ രീതി ശരിയാണോ? കോൺഗ്രസ് അധ്യക്ഷ ഉൾപ്പെടെയുള്ള സമിതിയിലെടുത്ത തീരുമാനത്തെയാണ് രാഹുൽ ഗാന്ധി പരസ്യമായി, അത് വെറും ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിരുന്നു എന്നുള്ള ഒരു ആക്ഷേപം വളരെ ശക്തമായി. അത് ശരിയല്ല, അതെല്ലാം അങ്ങനെ കാണരുത്. കാരണം ഒരാളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ നല്ല കോൺഗ്രസിലെ മുതിർന്ന നേതാവ് അജയ് മാക്കൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി വന്ന് തിരുത്തി പറയുക എന്നുള്ളതാണോ കോൺഗ്രസിന്റെ സംസ്കാരവും പാരമ്പര്യവും? ആ ചെയ്ത രീതി തെറ്റാണ് എന്ന് വിലയിരുത്തുന്നവർക്ക് വിലയിരുത്താം. അല്ല, തെറ്റൊന്നുമില്ല. ആ രീതി തെറ്റായിപ്പോയി എന്ന് വേണമെങ്കിൽ ആർക്കും വിലയിരുത്താം. രാഹുൽ ഗാന്ധിയുടെ ഉപദേശകരാണ് അദ്ദേഹത്തെ തെറ്റായി നയിക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ള വിമർശം. അതിൽ മറ്റൊന്ന്, അംബിക സോണി, അഹമ്മദ് പട്ടേൽ, ഗുലാം നബി ആസാദ് തുടങ്ങിയ ആളുകൾ, പി ചിദംബരം തുടങ്ങിയ 4-5 പേരുടെ കയ്യിലാണ് രാഹുൽ ഗാന്ധി എന്നും അവരുടെ താല്പര്യങ്ങളും അവർ പറഞ്ഞു കൊടുക്കുന്ന തന്ത്രങ്ങളുമാണ് രാഹുൽ പയറ്റുന്നത് എന്ന ആക്ഷേപമുണ്ട്. ഈ ആക്ഷേപങ്ങളൊക്കെ ആക്ഷേപങ്ങൾ മാത്രമാണ്. അതിലൊന്നും ഒരു വസ്തുതയും ഇല്ല എന്ന് ദില്ലി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പി സി ചാക്കോയ്ക്ക്. രാഹുൽ ഗാന്ധിയുടെ ഉപദേശകർ ഇവരാരുമല്ല. അത് ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ പറയുകയാണ്, രാഹുൽ ഗാന്ധി ഇവരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ തേടാറുണ്ട്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ ശ്രീമതി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധിയോട് പറഞ്ഞത് നിങ്ങൾ എ കെ ആൻ്റണിയെ പോയി കാണണമെന്നാണ്. അല്ലെ, എ കെ ആൻ്റണിയോട് എനിക്കൊന്ന് കാണണം, ഇങ്ങോട്ട് വരണമെന്നല്ല പറഞ്ഞത്, നിങ്ങൾ എ കെ ആൻ്റണിയെ പോയി കാണണമെന്നാണ്. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഒക്കെ പല കാര്യങ്ങളിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിന് കൊടുക്കുന്ന ചില മാതൃകകളുണ്ട്. മൻമോഹൻ സിംഗ് സർക്കാരിന് നേരെയുള്ള അഴിമതി ആരോപണങ്ങൾ ഒരു വശത്ത്, അതിനപ്പുറത്ത് എന്ത് പ്രോസ്പെക്ട്സ് ആണ് ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് കാണുന്നത്? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് പാർട്ടിയെ നയിക്കാൻ അനുയോജ്യനായ നേതാക്കളുണ്ടോ? ആന്ധ്രാപ്രദേശിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള തെലങ്കാന വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. കർണാടകത്തിൽ BJPയിൽ ഉണ്ടായിട്ടുള്ള സ്പ്ലിറ്റിൽ കോൺഗ്രസ് നിൽക്കുന്നു എന്നതിനപ്പുറത്ത് വലിയ നേട്ടം ഉണ്ടാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമില്ല. ഉത്തർപ്രദേശിൽ കോൺഗ്രസിനെ നയിക്കാൻ പരിപക്വനായ ഒരു നേതാവില്ല. ബീഹാറിൽ ഇപ്പോൾ RJDയുമായി തെറ്റിയ ശേഷം എന്ത് അലയൻസ് ഉണ്ടാക്കണമെന്ന കാര്യത്തിൽ സംശയമാണ്. തമിഴ്നാട്ടിൽ DMKയുമായി തെറ്റിപ്പിരിയുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുന്നു. പശ്ചിമ ബംഗാളിൽ എന്തായിരിക്കും നിലപാടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. എങ്ങനെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ ഇത്ര ആത്മവിശ്വാസത്തോടെ കോൺഗ്രസിന് നേരിടാൻ കഴിയുക? ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് ചോദിച്ചാൽ, വാജ്പേയി ഭരിക്കുന്ന അവസരത്തിൽ NDAയ്ക്ക് ഉണ്ടായിരുന്നത് 14 ഘടകകക്ഷികളായിരുന്നു. ഇന്നിപ്പോൾ അവരുടെ കൂടുള്ളത് 2 പേര് മാത്രമാണ്. മോഡി വന്നപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ, ഘടകകക്ഷികളെ കൂടെ നിർത്താൻ കഴിയാത്ത ഒറ്റപ്പെടലിലേക്കാണ് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി പോകുന്നത്. താങ്കൾ ഈ പറഞ്ഞതല്ല ഈ ഓരോ സംസ്ഥാനങ്ങളിലെ സ്ഥിതി. ഈ ഓരോ സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ മുൻപിൽ പല ഓപ്ഷൻസും ഉണ്ട്. തമിഴ്നാട്ടിൽ DMKയുമായി തെറ്റിപ്പിരിഞ്ഞു. ഒരു പ്രത്യേക സന്ദർഭത്തിൽ DMKയുമായിട്ട് അലയൻസ് വേണോ, ഇനി മറ്റാരെങ്കിലുമായിട്ട് അലയൻസ് വേണോ, ഒരു പ്രീ ഇലക്ഷൻ അലയൻസ് വേണോ, ഒരു പോസ്റ്റ് ഇലക്ഷൻ അലയൻസ് വേണോ, ഓപ്ഷൻസ് ഞങ്ങളുടെ മുൻപിൽ ഓപ്പണാണ്. ബീഹാറിൻ്റെ താരതമ്യേന കോൺഗ്രസ് വളരെ ദുർബലമായൊരു സംസ്ഥാനമാണ് ഞങ്ങളുടെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം. പക്ഷേ അവിടെ BJPയുടെ ശക്തനായ പിന്തുണക്കാരനായിരുന്ന ശ്രീ നിതീഷ് കുമാർ BJPയെ തള്ളിപ്പറഞ്ഞതിന് ശേഷം കോൺഗ്രസിൻ്റെ മുൻപിൽ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് നിതീഷ് കുമാറുമായി സഖ്യം വേണോ, നിങ്ങൾക്ക് ലാലുവുമായി സഖ്യം വേണോ, കോൺഗ്രസ് ഒറ്റയ്ക്ക് നിൽക്കണോ, ഓപ്ഷൻസ്. മറ്റ് സംസ്ഥാനങ്ങളുടെ കാര്യം അവിടെ നിൽക്കട്ടെ, കേരളത്തിലാണ് പിന്നെയെങ്കിലും കോൺഗ്രസിന് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നത്. അത് നാൾക്ക് നാൾ ഇവിടുത്തെ ഗ്രൂപ്പ് പോകാൻ കാരണം കുറഞ്ഞു വരികയല്ലേ? മുകുൾ വാസ്നിക് നൽകിയ റിപ്പോർട്ട് അനുസരിച്ച് പ്രാദേശിക തലത്തിൽ വരെ ഗ്രൂപ്പ് തിരിഞ്ഞുള്ള അടിയാണ് ഇവിടെ നടക്കുന്നതെന്നും പാർട്ടിയും സർക്കാരും 2 വഴിക്കാണെന്നും ഒരു ഏകോപനവും കേരളത്തിലില്ല എന്നുമാണ് റിപ്പോർട്ട് നൽകിയിട്ടുള്ളത്. ഇത്
കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകില്ലേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ? കോൺഗ്രസിനുള്ളിലെ ഈ ഫാക്ഷൻ ഫൈറ്റ് അല്ലെന്നൊരിക്കൽ അഭിപ്രായ വ്യത്യാസങ്ങളെ കുറച്ചുകൂടെ ഫലപ്രദമായി കൺട്രോൾ ചെയ്യാൻ നേതൃത്വത്തിന് കഴിയേണ്ടതായിരുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം. ഹൈക്കമാൻഡ് കാണുന്നത് ഇവിടുത്തെ പണ്ടുണ്ടായിരുന്ന ഗ്രൂപ്പ് സമവാക്യങ്ങൾ അപ്പടി തുറന്നുകൊണ്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളോട് ഹൈക്കമാൻഡ് ഉപദേശിച്ചിട്ടുണ്ട്, ഇത് വേണ്ട എന്ന് ഉപദേശിച്ചിട്ടുണ്ട്. ഹൈക്കമാൻഡ് കണ്ടെത്തിയതുപോലെ പാർട്ടിയും സർക്കാരും തമ്മിലുള്ള ഒരു ഏകോപനമില്ലായ്മ ഉണ്ടെങ്കിൽ അതിനാരാണ് ഉത്തരവാദി? പാർട്ടിയും ഗവൺമെൻറ്റും തമ്മിൽ ഏകോപനമില്ലായ്മ ഒന്നുണ്ടെന്ന് ഹൈക്കമാൻഡ് കണ്ടെത്തിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്നൊരു യോഗത്തിൽ വെച്ചിട്ട് അങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം ഉണ്ടായി. ഉടനെ തന്നെ അതിൻ്റെ ഒരു റെമഡിയൽ മെഷേഴ്സ് എടുക്കുകയും ചെയ്തു. മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല. മുഖ്യമന്ത്രി ഞാൻ ആരോടും എന്ത് സംസാരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അത് മനഃപൂർവ്വമായിട്ട് ഒരു കാര്യവും ആരോടും സംസാരിക്കാതിരുന്നിട്ടില്ല. ഏതെങ്കിലും ഒരു കാര്യം സംസാരിക്കാൻ പറ്റാതിരുന്നിട്ടുണ്ടെന്നില്ല, സാഹചര്യങ്ങളനുസരിച്ച് ഒരു പക്ഷേ ആ സമയം കിട്ടാതെ വന്നിട്ടുണ്ടാവാം. പക്ഷെങ്കിൽ ഗവൺമെൻറ് പറയുന്ന കാര്യങ്ങൾ പാർട്ടിയോട് ആലോചിക്കില്ല എന്നൊരു നിലപാട് മുഖ്യമന്ത്രിക്കോ ഗവൺമെൻറ്റിനെ ഞങ്ങൾ പിന്തുണയ്ക്കില്ല എന്നൊരു നിലപാട് പാർട്ടിക്കോ ഇല്ല. മുതിർന്ന നേതാക്കളായ തെന്നല ബാലകൃഷ്ണപിള്ളയെ പോലെയുള്ളവർ KPCC യോഗത്തിൽ വളരെ വികാരാധീനരായി സംസാരിച്ചുവെന്നാണ് അറിയുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് പോര് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയിലും രമേശ് ചെന്നിത്തലയും കേന്ദ്രീകരിച്ചുകൊണ്ട് അതിശക്തമായി നടക്കുന്നുണ്ട്. അത് നിർഭാഗ്യവശാൽ ഇവർ രണ്ടുപേരും കുറേ കൂടെ ശ്രദ്ധിച്ച് ഗ്രൂപ്പിൻ്റെ അതിപ്രസരം ഒഴിവാക്കാൻ രണ്ടു കൂട്ടരും ശ്രമിക്കേണ്ടതായിരുന്നു. അതിന് ശ്രമിച്ചോ അതിൽ പരാജയപ്പെട്ടതാണോ എന്നൊന്നും എനിക്ക് പറയാനാവില്ല. പക്ഷെ എന്തായിരുന്നാലും ഇന്നത്തെ നിലയിൽ കോൺഗ്രസിൽ കാണുന്ന ഒരു ക്ലീവേജ് ഈ ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാം കാണുക, ഗ്രൂപ്പിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം എല്ലാം വീതം വെക്കുക, ഗ്രൂപ്പിൽ ബന്ധപ്പെട്ടവരെ മാത്രം അംഗീകരിക്കുക, ആ നിലയിലുള്ള ഒരു സംസ്കാരം കോൺഗ്രസിന് ഗുണം ചെയ്യില്ല. വെറും ഒരു MLA മാത്രമായി നിൽക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് പിന്നെ KPCC അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയെ മത്സരിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്? ആ ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയാൻ ഞങ്ങളിപ്പോൾ ഒരു കൂടുതൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാനതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വന്ന ഒരാളാണ്. ഞാനൊരു പക്ഷേ ഈ കാര്യത്തിൽ ഞാൻ എൻ്റെ ഒരു അഭിപ്രായം മുൻപ് കൂട്ടി പറഞ്ഞുകൊണ്ടതിൻ്റെ അഭിപ്രായത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരെല്ലാം പിൽക്കാലത്ത് അതിനുവേണ്ടി ചർച്ച നടത്തുന്നതും നമ്മൾ കണ്ടത്. ഹൈക്കമാൻഡുമായി അടുത്ത ബന്ധം പുലർത്തുകയും കോൺഗ്രസിന് ദേശീയ വക്താവായി നിൽക്കുകയും ചെയ്യുന്ന താങ്കൾ അങ്ങ് ദില്ലിയിൽ നിന്ന് നോക്കുമ്പോൾ കേരളത്തിൽ എന്ത് പ്രശ്നമുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്? കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ കോൺഗ്രസ്സിന് ഒറ്റക്കെട്ടായി നിൽക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാനും പറയാനും തയ്യാറായി കഴിഞ്ഞാൽ കേരളത്തിലെ പ്രതിപക്ഷം ഒരു പ്രശ്നമേ അല്ല. സത്യത്തിൽ ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം രമേശ് ചെന്നിത്തലയെ മത്സരിപ്പിക്കാൻ എടുത്ത നേതൃത്വത്തിൻ്റെ തീരുമാനത്തിൽ നിന്നല്ലേ? എനിക്കതേക്കുറിച്ച് അഭിപ്രായം പറയാൻ ഞാനിപ്പോൾ തയ്യാറാവുന്നില്ല. ഒരു പക്ഷെങ്കിൽ പിന്നെ അതുണ്ടായിരുന്നില്ല എങ്കിൽ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പാർട്ടിയെ നയിക്കാനും സർക്കാരിനെ നയിക്കാൻ ഉമ്മൻചാണ്ടിയും എന്നത് വളരെ കൃത്യമായി വൃത്തിയായി നടക്കുമായിരുന്നില്ലേ? അതിന് മറുപടി പറയേണ്ടത് രമേശും ഉമ്മൻചാണ്ടിയും തന്നെയാണ്. കാരണം ഞങ്ങളൊക്കെ അത് വിവാദങ്ങൾ ഒതുക്കാനും കെട്ടടങ്ങാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസരത്തിൽ എനിക്കതേക്കുറിച്ച് വളരെ വ്യക്തമായ അഭിപ്രായമുണ്ട്. ഞാൻ അഭിപ്രായം മുൻപ് പറഞ്ഞിട്ടുമുണ്ട്. അത് ഇപ്പോൾ ഇനി വീണ്ടും പറഞ്ഞത് ആവർത്തിച്ചൊരു വിവാദത്തിലേക്ക് ഞാൻ പോകുന്നില്ല. AK ആൻ്റണി ഒന്നിടപെട്ടാൽ തീരാവുന്ന പ്രശ്നമേ കേരളത്തിലെ കോൺഗ്രസിനിടയിലുള്ളൂ എന്ന അഭിപ്രായം വളരെ ശക്തമാണ്. എന്തുകൊണ്ടാണ് എന്നിട്ടും AK ആൻ്റണി മൗനം പാലിക്കുന്നത്? അങ്ങനെയല്ല, ആൻ്റണി ഇടപെടേണ്ട പ്രശ്നമല്ല. ഈ പ്രശ്നത്തിൻ്റെ രണ്ട് ഭാഗത്ത് നിൽക്കുന്ന ആളുകൾ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ്. ആൻ്റണിക്ക് വേണമെങ്കിൽ ഗുണദോഷിക്കാം, ഉപദേശിക്കാം, ഇടപെടാം. ആൻ്റണി ആ ഒരു ചോരവടി എടുത്തിട്ട് ഇവരെ രണ്ടുപേരെയും നിയന്ത്രിക്കുന്ന ഒരാളല്ലല്ലോ. അതുകൊണ്ട് പക്വതയുള്ള നേതാക്കന്മാർ തങ്ങൾ വഹിക്കുന്ന സ്ഥാനങ്ങളുടെ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് പിന്നെ വിട്ടുവീഴ്ചയ്ക്കും ഒത്തുതീർപ്പിനും തയ്യാറായി മാനസികമായി യോജിപ്പിലവരെത്തണം. രമേശ് ചെന്നിത്തലയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കത്തെ തടയിട്ട ഉമ്മൻചാണ്ടിയാണോ സ്വന്തം പദവിക്കും പക്വതയ്ക്കും അനുസരിച്ച് പെരുമാറാതിരിക്കുന്നത്? ഞാൻ അതിനോടൊന്നും യോജിക്കുന്നില്ല. എനിക്കതിലൊക്കെ വ്യത്യസ്ത അഭിപ്രായമുണ്ട്. എന്തുകൊണ്ട് രമേശ് ചേർന്നില്ല, എന്തുകൊണ്ട്, അതൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് എനിക്കുള്ളത്. ഈ ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു സൂചനയോട് ഞാൻ യോജിക്കുന്നില്ല. കേന്ദ്രത്തിലുള്ള കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഉള്ളിലൊരാഗ്രഹമുണ്ട്, പറ്റുമെങ്കിൽ കേരളത്തിൽ ഒരു നല്ല പദവിയിലേക്ക് തിരിച്ചെത്തണമെന്ന്. പക്ഷേ ഇവിടുത്തെ എല്ലാ വിവാദങ്ങളിൽ നിന്നും വളരെ തന്ത്രപരമായ ഒരു മൗനവും അകലവും പാലിക്കുന്ന ആളാണ് PC ചാക്കോ. PC ചാക്കോയുടെ ഉള്ളിലിരിപ്പ് എന്താണ്? ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് തന്നെ മത്സരിക്കാമെന്നാണോ? ഈ വയലാർ രവി കേരളത്തിലെ KPCC പ്രസിഡന്റ് ആയിരുന്ന ഒരാളാണ്. അദ്ദേഹം ഇന്ന് ഇപ്പോൾ ഡൽഹിയിൽ വളരെ ഉയർന്ന ഒരു സ്ഥാനത്ത് തന്നെയാണ്. അതുപോലെ തന്നെ മുല്ലപ്പള്ളി ആണെങ്കിലും അദ്ദേഹത്തെ ഏൽപ്പിച്ച ജോലി കൃത്യമായിട്ട് ഭംഗിയായിട്ട് നിർവഹിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിന് മതിപ്പുള്ള ഒരു മന്ത്രിയാണ്. അപ്പോൾ ഇവരാരെങ്കിലും എന്തെങ്കിലും ആഗ്രഹങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നൊന്നും ഞാൻ കരുതുന്നില്ല. എൻ്റെ കാതലായ ചോദ്യത്തിന് മറുപടി വന്നില്ല. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ നിന്ന് ശ്രീ PC ചാക്കോ മത്സരിക്കും? ഞാൻ 1991 തൃശ്ശൂരിലെ സ്ഥാനാർത്ഥിയായി വന്നു. 96 വരെ ഇവിടെ MP ആയിരുന്നു. പിന്നെ ചാലക്കുടിയിൽ നിന്ന് ജയിച്ചു, ഇടുക്കിയിൽ നിന്ന് ജയിച്ചു. ഇപ്പോൾ വീണ്ടും ഇവിടെ തിരിച്ചു വരേണ്ടി വന്നു. ഇതെല്ലാം ഒരു പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമാണ്.
എനിക്ക് MP ആയി തുടരണം, തുടർന്നേ മതിയാവൂ, നാളെ മന്ത്രിയാവണം, അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊന്നും മനസ്സിലുള്ള ഒരാളല്ല. 1983 ആന്റണി തിരിച്ചു വന്നപ്പോൾ ഒപ്പം വരാതിരിക്കുകയും പിന്നീട് വൈകി തിരിച്ചെത്തുകയും ഒരു ഘട്ടത്തിൽ കെ കരുണാകരൻ്റെ വളരെ വിശ്വസ്തനും അടുപ്പക്കാരനുമായി നിൽക്കുകയും ചെയ്തു PC ചാക്കോ. PC ചാക്കോയ്ക്ക് ഇപ്പോൾ കൂടുതൽ മമതയുള്ളത് വിഭാഗത്തിനോടാണോ കേരളത്തിൽ? ഗ്രൂപ്പ് രാഷ്ട്രീയത്തോടൊരു പരിധി കവിഞ്ഞ മമത എനിക്കൊരു കാലത്തുണ്ടായിരുന്നില്ല. ഞാൻ ശ്രീ കരുണാകരനോടൊപ്പം വിഭാഗത്തിൻ്റെ ഭാഗമായിട്ട് നിന്നിരുന്നു. ഒരു കാലത്ത് ശ്രീ A. K. ആൻ്റണിയുടെ വളരെ അടുത്ത സുഹൃത്തും സഹയാത്രികനും അനുയായിയും ഒക്കെ ആയിരുന്നു. ഇതൊക്കെ ഉണ്ടെങ്കിലും ഒരിക്കലും അമിതമായ ഒരു ആവേശം ഗ്രൂപ്പ് കാര്യത്തിലുണ്ടായിട്ടില്ല. കെ മുരളീധരനും പത്മജ വേണുഗോപാലും രാഹുൽ ഗാന്ധിയെ കണ്ടപ്പോൾ പറഞ്ഞത് ഉമ്മൻചാണ്ടിയുടെ ശൈലിക്ക് മാറ്റം വരണമെന്നാണ്. അതിനോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? എൻ്റെ ശൈലി ശരിയാണ്, ഞാൻ 1% പോലും മാറത്തില്ലെന്ന് ഉമ്മൻചാണ്ടി ഒരിക്കലും പറഞ്ഞിട്ടില്ല, രമേശ് പറഞ്ഞിട്ടില്ല. അവരുടെ ഒക്കെ ശൈലിയിൽ മാറ്റം ഉണ്ടെങ്കിൽ അത് സ്വയം പരിശോധന നടത്താനും അത് മാറ്റാനും അവർ തയ്യാറാകുമ്പോഴാണ് നമ്മൾ ജനാധിപത്യ പ്രവർത്തന രീതിയോട് നീതി പുലർത്തുന്നത്. വളരെയധികം PC ചാക്കോ ഈ അഭിമുഖത്തിൽ